പവിത്ര സീരിയൽ നമ്മൾ ഇന്ന് കാണുന്നത് ശ്രീയേട്ടനും അവരുടെ അമ്മായിയച്ഛനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് ആരൊക്കെ പോകുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് ഇവിടുന്ന് എല്ലാവരും പോകുന്നുണ്ട്, നടക്കാത്ത കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പറഞ്ഞു കല്യാണം ചിലപ്പോൾ നടക്കുന്നതാണ് അമ്മായിയച്ഛൻ പറഞ്ഞത്. അപ്പോൾ അത് കേട്ട് അമ്പരന്ന് നിൽക്കുന്ന ശ്രീയേട്ടനെയാണ് കാണുന്നത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അഭിലാഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വിക്രമിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിക്രം ഇവിടെ പോയിട്ടുണ്ടാവും എന്നിങ്ങനെ അന്വേഷിക്കണം. അപ്പോൾ അവൻ എന്തായാലും ജീവനോടെ ഉണ്ടാവും, ജീവനോടെ ഉണ്ടെങ്കിൽ കല്യാണം നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനെ ആരോ സഹായിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ആശുപത്രിയിലും അങ്ങനെ എത്തിയിട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധേനെയും ജീനേനെയാണ്. രാധ ആശുപത്രിയിലേക്ക് വരുമ്പോൾ ജീന പുറകുനിന്ന് വിളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ജീനയോട് നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജീന പറയുന്നുണ്ട് ഇന്നലെ ഇവിടെ ഒരാളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അയാൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പറഞ്ഞ് എന്തും പറ്റിയിട്ടില്ല, വിക്രമേട്ടൻ കിടന്നുറങ്ങുകയാണെന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രാധ പറയുന്നത് വേണ്ട, വീട്ടിൽ അറിയിക്കേണ്ട, അറിയിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓടി ഇങ്ങോട്ട് വരും, അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അഥവാ വന്നാൽ തന്നെ നാളത്തെ കല്യാണം നടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ കാണുന്നത് ജീനയും രാധയായിട്ട് സംസാരിക്കുന്നതാണ്. രാധ എന്ത് പറ്റിയിട്ടുണ്ടാവും വിക്രമേട്ടൻ എന്ന് പറയുന്നുണ്ട് ആക്സിഡൻ്റ് ആയിരിക്കണം, അങ്ങനെ ആയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മുന്നോട്ട് നടക്കുന്ന രാധയാണ് നമ്മൾ കാണുന്നത്. വിക്രമിൻ്റെ ഷർട്ടും അങ്ങനെ വസ്ത്രങ്ങളും എടുത്ത് റൂമിലേക്ക് പോകുന്ന രാധയാണ് കാണിക്കുന്നത്. അപ്പോൾ റൂമിൽ നിന്ന് വിക്രമിൻ്റെ BP പ്രഷറൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുശേഷം സിസ്റ്റർക്ക് മരുന്ന് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് രാധ. അപ്പോൾ അത് കഴിഞ്ഞ് വിക്രം ചോദിക്കുന്നുണ്ട് രാധയോട് നീയാണോ എന്നെ ഇവിടെ എത്തിച്ചതെന്ന്. അപ്പോൾ രാധ പറയുന്നുണ്ട് അത് ഞാനാണ് എത്തിച്ചതെന്നും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താണ് പറ്റിയത് എന്നതൊക്കെ. അപ്പോൾ കേസ് കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് വേണ്ട, കേസ് കൊടുക്കണ്ട എന്നാണ് വിക്രം പറയുന്നത്. അപ്പോൾ വിക്രം പെട്ടെന്ന് എന്താണ് പറ്റിയതെന്ന് ആലോചിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ അപകടപ്പെടുത്തിയത് ആരാണ് എന്ന് വിക്രമിന് നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അത് രാധയോട് പറഞ്ഞു കൊടുക്കാതെ വിക്രം മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഫോൺ അന്വേഷിക്കുമ്പോൾ രാധ പറയുന്നുണ്ട് ഫോൺ എൻ്റെ അടുത്തില്ല, ഫോൺ മിസ്സായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോണിലേക്ക് വിളിച്ചു നോക്കാൻ പറയുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ടാണുള്ളത്, അതുകൊണ്ട് കിട്ടുന്നില്ല, വീണ് കിടക്കുന്നിടത്ത് ഫോണും ഉണ്ടാവും, അത് അന്വേഷിച്ച് കൊണ്ടുതരാമെന്നാണ് രാധ കളവ് പറയുന്നത്. ഫോണ് രാധയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് വിക്രം ആലോചിക്കുന്നതാണ്, ഈ അപകടത്തെ പറ്റി ആലോചിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിനുശേഷം വിക്രമിന് കല്യാണത്തിന് താല്പര്യമുണ്ടോ എന്നൊക്കെ രാധ അന്വേഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാധയോട് പറയുന്നുണ്ട് നീ എൻ്റെ ഈ അപകടം ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കണ്ട. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രാധ പറയുന്നുണ്ട് എന്നെ അങ്ങനെയാണോ കരുതിയത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എന്നെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, നീ പെട്ടെന്ന് തന്നെ ഫോണൊന്ന് അന്വേഷിച്ച് കൊണ്ടുതരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമിന് തലയ്ക്ക് സാരമായ പരിക്കുകളെല്ലാം വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് രാധ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വിക്രം ചോദിക്കുന്നുണ്ട് വീട്ടിൽ അറിയിച്ചോ എന്ന്. അപ്പോൾ രാധ പറയുന്നുണ്ട് വീട്ടിൽ അറിയിച്ചിട്ടില്ല. അപ്പോൾ അറിയിക്കണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വേണ്ട, അറിയിച്ചു കഴിഞ്ഞാൽ അമ്മ പേടിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനും അറിയിക്കാതിരുന്നത് എന്ന് പറഞ്ഞ് രാധ മെല്ലനെ അവിടുന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ വെച്ച് രാധ പറയുന്നുണ്ട് ഞാൻ എന്തായാലും വീട്ടിൽ അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് രാധ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ കഞ്ഞി കൊണ്ടുവരാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം രാധ അവിടുന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാധ അവിടുന്ന് പോകുമ്പോൾ പുറത്തിറങ്ങിയ ശേഷം രാധ ഇങ്ങനെ മനസ്സിൽ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്, വീട്ടിൽ ഇതൊരു അവസരമായിട്ട് കാണണം, ഇതൊരിക്കലും വീട്ടിൽ പറയാൻ പാടില്ല, നാളെ അവിടെ പോയി ചോദിക്കണം നിങ്ങളല്ലേ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ നോക്കിയത്, എന്നിട്ട് എന്തായി എന്ന് അവർക്ക് രണ്ടുപേരോട് ചോദിക്കണം, എന്നിട്ട് അവരെ ആ മുഖം കാണണം എന്നൊക്കെ പറഞ്ഞ് രാധ മനസ്സിൽ എങ്ങനെ ഓരോന്ന് ആലോചിച്ച് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിനുശേഷം വഴിയെ പോകുന്ന ഒരാളെ ദേഹത്ത് തട്ടുകയും രാധ അയാളോട് സോറി പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് കാണുന്നത് വീട്ടിലുള്ള വേദയാണ്, വീട്ടിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന വേദയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുശേഷം വേദയുടെ അടുത്തേക്ക് വരുന്ന നന്ദിനി ഏട്ടത്തിയാണ് നമ്മൾ കാണുന്നത്. വേദ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ നാളത്തെ കല്യാണം നന്നായിട്ട് നടക്കണമെന്നും ഇവിടെ തന്നെ എനിക്ക് നിൽക്കണം, വിക്രമിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നാണ് വേദ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നന്ദിനി ഏട്ടത്തി
അവിടത്തേക്ക് വരികയും നന്ദിനിയായിട്ട് നീ എന്താണ് ഈ 10 മണിക്ക് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് വേദയെ കളിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം വേദയോട് ഓരോന്നൊക്കെ പറഞ്ഞ് നന്ദിനിയേട്ടത്തി ബെറ്റ് വയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നന്ദിനിയേട്ടത്തി പറയുന്നുണ്ട്, നാളെ വിക്രം നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ നീ ഇവിടുന്ന് ഞാൻ എന്താണ് എനിക്ക് ചെയ്തു തരേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, നാളെ വിക്രം എൻ്റെ കഴുത്തിൽ കെട്ടിയാൽ നന്ദിനിയേട്ടത്തി വീട് വിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞിട്ട് വിഷുവായിട്ട് സമ്മതിക്കില്ല എന്ന്. അപ്പോൾ വിഷുവായിട്ട് സമ്മതിക്കാതിരുന്നാലും നിങ്ങൾ പോകില്ല എന്ന് എനിക്കറിയാമെന്നും വേദ പറയുന്നുണ്ട്. അപ്പോൾ നാളെ വിക്രം നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. നീ വീട്ടിൽ നിന്ന് പോകുമോ? അപ്പോൾ വേദ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഓരോ ബെറ്റ് വയ്ക്കുകയാണ്, നാളെ വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നത് അവരെ വർക്ക്ഷോപ്പിൽ ഫ്രണ്ട്സ് ക്യാരംസ് കളിക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന വിഷുവേട്ടനെയാണ്. വിഷുവേട്ടൻ വിക്രമത്തിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വരുന്നത്. അവിടെ വന്നിട്ടില്ലാവെന്നും എന്തോ ആവശ്യത്തിന് പോയതാണെന്നും പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് അവർ രണ്ടും കൂടി പെട്ടെന്ന് ശ്രീനി സാറെ വീട്ടിലേക്ക് വരണമെന്ന് അവിടെ നിന്ന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയണം. അപ്പോൾ അവർ ശ്രീനി സാറെ വീട്ടിലേക്ക് രണ്ടുപേരും പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് വിക്രമെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അറിയില്ല സാർ എന്തോ ആവശ്യത്തിന് പറഞ്ഞയച്ചതാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നിന്നത് എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊന്നിനും പറഞ്ഞയച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരെയും വിചാരം ഞാൻ എന്തിനോ പറഞ്ഞയച്ചെന്നാണോ, ഞാൻ അവനെ ഒന്നിനും പറഞ്ഞയച്ചിട്ടില്ല, അവനായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്.